بسم الله الرحمن الرحيم ബിസ്മില്ലാഹി അള്ളാഹുവിന്റെ നാമത്തിൽ. അർ റഹ്മാനി പരമകാരുണികൻ, അർ റഹീം കരുണാനിധി. പരമകാരുണികനും കരുണാനിധിയുമായ അള്ളാഹുവിന്റെ നാമത്തിൽ. يا أيها الذين آمنوا إذا جاءكم المؤمنات مهاجرات فامتحنوهن الله أعلم بإيمانهن فإن علمتموهن مؤمنات فلا ترجعوهن إلى الكفار لا هن حل لهم ولا هم يحلون لهم وآتوهم ما أنفقوا ولا جناح عليكم أن تنكحوهن إذا آتيتموهن أجورهن ولا تمسكوا بعصم الكوافر واسألوا ما أنفقتم وليسألوا ما أنفقوا ذلكم حكم الله يحكم بينكم والله عليم حكيم. വചനം 10. യാ അയ്യുഹല്ലദീന, ഹേ വിശ്വസിച്ചവരെ, ഇദാ ജാഅക്കും, നിങ്ങളുടെ അടുക്കൽ വന്നാൽ, അൽ മുഅ്മിനാത്തു, വിശ്വസിച്ച സ്ത്രീകൾ, മുഹാജിറാത്തിൻ, ഹിജ്റ വരുന്നവരായി, നാടുവിട്ടു വരുന്നവരായി, ഫംതഹിനൂഹുന്ന, നിങ്ങളവരെ പരീക്ഷിച്ചു നോക്കുക. അല്ലാഹു അഅലമു, അല്ലാഹു ഏറ്റവും അറിയുന്നവനാണ്, നല്ല പോലെ അറിയുന്നവനാണ്. ബി ഈമാനിഹിന്ന, അവരുടെ വിശ്വാസത്തെക്കുറിച്ച്. ഫഇൻ അലിംതുമുഹുന്ന, എന്നിട്ട് നിങ്ങൾ അവരെ അറിഞ്ഞാൽ, ബോധ്യം വന്നാൽ, മുഅ്മിനത്തിൻ, വിശ്വാസിനികളാണെന്ന്. ഫലാ തർജിഊഹുന്ന, എന്നാൽ അവരെ മടക്കരുത്. ഇലൽ കുഫാരി, അവിശ്വാസികളിലേക്ക്. ലാഹുന്ന, അവർ അല്ല, ആ സ്ത്രീകളല്ല. ഹില്ലുല്ലഹും, അവർക്ക് അനുവദനീയം. വലാഹും യഹില്ലൂന, അവരും അനുവദനീയമാവുകയില്ല. ലഹുന്ന, അവർക്ക്, ആ സ്ത്രീകൾക്ക്. വആതൂഹും, അവർക്ക് കൊടുക്കുകയും വേണം. മാ അൻഫഖൂ, അവർ ചിലവഴിച്ചത്. വലാ ജുനാഹ അലൈക്കും, നിങ്ങൾക്കു തെറ്റില്ല, കുറ്റമില്ല. അൻ തൻകിഹൂഹുന്ന, അവരെ വിവാഹം ചെയ്യൽ. ഇദാ ആതൈതുമൂഹുന്ന, അവർക്ക് നിങ്ങൾ കൊടുത്താൽ. ഉജൂറഹുന്ന, അവരുടെ പ്രതിഫലങ്ങൾ. മഹർ, വിവാഹമൂല്യങ്ങൾ. വലാ തുംസിക്കൂ, നിങ്ങൾ വെച്ചുകൊണ്ടിരിക്കരുത്, പിടിച്ചുവെക്കരുത്. ബിഇസ്വമി, സംബന്ധങ്ങളെ, കെട്ടു വിവാഹബന്ധങ്ങളെ. അൽ കവാഫിരി, കാഫിറുകളായ സ്ത്രീകളുടെ, അവിശ്വാസികളായ സ്ത്രീകളുടെ. വസ്അലു, നിങ്ങൾ ചോദിച്ചുകൊള്ളുക. മാ അൻഫഖ്തും, നിങ്ങൾ ചിലവഴിച്ചത്. വൽയസ്അലു, അവരും ചോദിച്ചുകൊള്ളട്ടെ. മാ അൻഫഖു, അവർ ചിലവഴിച്ചത്. ദാലിക്കും, അത്. ഹുക്മുല്ലാഹി, അല്ലാഹുവിന്റെ വിധിയാണ്, നിയമമാണ്. യഹ്കുമു, അവൻ വിധിക്കുന്നു, നിയമിക്കുന്നു. ബൈനക്കും, നിങ്ങൾക്കിടയിൽ. വല്ലാഹു, അല്ലാഹു. അലീമുൻ, സർവജ്ഞനാണ്. ഹക്കീമുൻ, അഗാധജ്ഞനാണ്. ഹേ വിശ്വസിച്ചവരെ, വിശ്വസിച്ച സ്ത്രീകൾ നാടുവിട്ടു അഭയാർത്ഥിനികളായും കൊണ്ടും നിങ്ങളുടെ അടുക്കൽ വന്നാൽ, നിങ്ങളവരെ പരീക്ഷിച്ചു നോക്കണം. അവരുടെ വിശ്വാസത്തെപ്പറ്റി അല്ലാഹു ഏറ്റവും അറിയുന്നവനാണ്. എന്നിട്ട് അവർ വിശ്വാസിനികളാണെന്ന് നിങ്ങൾ അറിഞ്ഞാൽ, അവരെ അവിശ്വാസങ്ങളിലേക്ക് നിങ്ങൾ മടക്കിവിടരുത്. ആ സ്ത്രീകൾ അവർക്ക് അനുവദനീയമല്ല, അവർ ആ സ്ത്രീകൾക്കും അനുവദനീയമാവുകയില്ല. അവർ അവിശ്വാസികൾ ചിലവഴിച്ചതു നിങ്ങൾ അവർക്ക് കൊടുക്കുകയും വേണം.
നിങ്ങൾ ആ സ്ത്രീകളുടെ പ്രതിഫലങ്ങൾ മഹറുകൾ കൊടുത്താൽ നിങ്ങളവരെ വിവാഹം ചെയ്യുന്നതിന് നിങ്ങളുടെ മേൽ തെറ്റില്ല. അവിശ്വാസികളുടെ സംബന്ധങ്ങളെ, വിവാഹങ്ങളെ നിങ്ങൾ വെച്ചുകൊണ്ടിരിക്കുകയും അരുത്. നിങ്ങൾ ചിലവഴിച്ചതു നിങ്ങൾ ചോദിച്ചു വാങ്ങിക്കൊള്ളുകയും ചെയ്യുക. അവർ ചിലവഴിച്ചതു അവരും ചോദിച്ചു വാങ്ങിക്കൊള്ളട്ടെ. അതെല്ലാം അള്ളാഹുവിന്റെ വിധി, നിയമം ആകുന്നു. അവൻ നിങ്ങൾക്കിടയിൽ വിധി കൽപ്പിക്കുന്നു. അള്ളാഹു സർവജ്ഞനും അഗാധജ്ഞനുമാകുന്നു. പത്താം വചനത്തിന്റെ വിശദീകരണം. പല നിയമങ്ങളും തത്വങ്ങളും ഉൾക്കൊള്ളുന്നതാണ് കേവലം ദീർഘമായ ഈ വചനം. അവിശ്വാസികളിൽ സ്നേഹബന്ധത്തിനും മൈത്രിക്കും പാടില്ലാത്തവർ ആരാണെന്നും ആരോടെല്ലാമാണ് നല്ല നിലക്കും നീതിമുറയോടും പെരുമാറേണ്ടതെന്നും വിവരിച്ച ശേഷം ഇരു കൂട്ടർക്കുമിടയിൽ പാലിക്കപ്പെടേണ്ടുന്ന തത്വപരവും നീതിപരവുമായ ചില കാര്യങ്ങൾ അള്ളാഹു വിവരിക്കുന്നു. സൂറത്തുൽ ഫത്ഹിൽ വെച്ചും മറ്റും പ്രസ്താവിക്കപ്പെട്ടതുപോലെ ഹുദൈബിയ സന്ധി നിശ്ചയപ്രകാരം മുശ്രിക്കുകളുടെ പക്ഷത്തുനിന്ന് മുസ്ലിം പക്ഷത്തേക്ക് വരുന്നവരെ തിരിച്ചയച്ചു കൊടുക്കണമെന്ന് നിബന്ധന വെച്ചിരുന്നുവല്ലോ. സന്ധി വ്യവസ്ഥകൾ എഴുതി രേഖപ്പെടുത്തപ്പെട്ട ശേഷം മക്കായിൽ നിന്നും ഇസ്ലാമിൽ വിശ്വസിച്ചിരുന്ന അബലരായ ചില ആളുകളെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഈ വ്യവസ്ഥയനുസരിച്ച് മടക്കി അയക്കുകയും വേണ്ടി വന്നു. ഇതുപോലെ വിശ്വസിച്ചിരുന്ന ചില സ്ത്രീകളും ഹിജ്റക്ക് ഒരുങ്ങി വരികയുണ്ടായി. അവരെയും തിരിച്ചു തരണമെന്ന് ഖുറൈശികൾ വാദിച്ചു. സന്ധി നിശ്ചയങ്ങൾ പുരുഷന്മാരെ മാത്രം ബാധിക്കുന്നതാണെന്നും സ്ത്രീകളെപ്പറ്റി അതിൽ ഒന്നും വ്യവസ്ഥ വെച്ചിട്ടില്ലെന്നും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ മറുപടി കൊടുത്തു. ഇങ്ങനെയുള്ള സ്ത്രീകളുടെ വിഷയത്തിലാണ് ഈ വചനം അവതരിച്ചത്. ഈ വചനം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വാദം ശരിവെക്കുകയും ഇത്തരം സന്ദർഭങ്ങളിൽ തുടർന്ന് സ്വീകരിക്കപ്പെടേണ്ടുന്ന നടപടികൾ എന്തൊക്കെയാണെന്ന് വിവരിക്കുകയും ചെയ്യുന്നു. അവ ഇങ്ങനെ സംഗ്രഹിക്കാം. 1. അവിശ്വാസികളുടെ പക്ഷത്തു നിന്ന് വല്ല സ്ത്രീകളും തങ്ങൾ സത്യവിശ്വാസിനികളാണെന്ന് പറഞ്ഞുകൊണ്ട് മുസ്ലിങ്ങളുടെ അടുക്കൽ അഭയാർത്ഥികളായി വന്നാൽ അവരുടെ വാദം ശരിയാണെന്ന് ഉറപ്പുവരുത്തുവാനായി അവരെ പരീക്ഷിക്കേണ്ടതുണ്ട്. അവരുടെ യഥാർത്ഥ നിലയെപ്പറ്റി അള്ളാഹുവിന് ധാരാളം അറിയാം. പക്ഷേ ബാഹ്യമായ സ്ഥിരീകരണത്തിന്റെ അടിസ്ഥാനത്തിലാണല്ലോ ഇഹത്തിലെ നിയമ നടപടികൾ എടുക്കപ്പെടുക. അതുകൊണ്ട് മുസ്ലിങ്ങൾക്ക് അവരുടെ നിലപാട് ബോധ്യപ്പെടേണ്ടതുണ്ട്. ഈ കൽപ്പന പ്രകാരം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഹുദൈബിയ കരാറിന് ശേഷം വന്ന ആ സ്ത്രീകളെ പരീക്ഷിക്കുകയുണ്ടായി. താൻ വന്നിരിക്കുന്നത് ഭർത്താവിനോടുള്ള വിദ്വേഷം കൊണ്ടല്ലെന്നും നാടുവിട്ട് മറ്റൊരു നാട്ടിൽ പോകുവാനുള്ള ആഗ്രഹം കൊണ്ടല്ലെന്നും ഐഹിക നന്മയെ ഉദ്ദേശിച്ചല്ലെന്നും അള്ളാഹുവിനോടും റസൂലിനോടുമുള്ള സ്നേഹം കൊണ്ട് മാത്രമാണെന്നും ഓരോ സ്ത്രീയിൽ നിന്നും സത്യവാങ്മൂലം ലഭിച്ച ശേഷമേ അവരെ തിരുമേനി സ്വീകരിച്ചുള്ളൂ. 2. അങ്ങനെ പരീക്ഷണത്തിൽ നിന്ന് അവർ യഥാർത്ഥ വിശ്വാസിനികളാണെന്ന് ബോധ്യം വന്നു കഴിഞ്ഞാൽ അവരെ പിന്നെ അവിശ്വാസികളായ ഭർത്താക്കളുടെയോ നാട്ടുകാരുടെയോ അടുക്കലേക്ക് മടക്കി അയക്കുവാൻ പാടില്ല. ഇരുകൂട്ടരും വിശ്വാസത്തിൽ പരസ്പര വിരുദ്ധരായതുകൊണ്ട് ഇനി അവർക്ക് യോജിച്ചു പോകുവാൻ നിവൃത്തിയില്ല. 3. സത്യവിശ്വാസം സ്വീകരിച്ച സ്ത്രീകളും അവിശ്വാസികളായ പുരുഷന്മാരും തമ്മിൽ വിവാഹബന്ധം പാടില്ല. 4. സ്ത്രീ മുസ്ലിമായി തീരുകയും പുരുഷൻ അവിശ്വാസത്തിൽ നിലകൊള്ളുകയുമാണെങ്കിൽ അവർ തമ്മിലുള്ള വിവാഹബന്ധം വേർപ്പെടും. 5. ഇതുപോലെ തന്നെ പുരുഷൻ സത്യവിശ്വാസം സ്വീകരിച്ച ശേഷം സ്ത്രീ അവിശ്വാസത്തിൽ ഉറച്ചു നിന്നാലും വിവാഹബന്ധം തുടരുന്നതല്ല, ദുർബലപ്പെട്ടു പോകും. 6. സ്ത്രീ മുസ്ലിമായതു നിമിത്തം വിവാഹബന്ധം വേർപെട്ടു പോകുമ്പോൾ ആ സ്ത്രീയെ മുസ്ലിങ്ങൾക്ക് വിവാഹം ചെയ്യാവുന്നതാണ്. ഈ ആയത്തിന്റെ അവതരണത്തോടുകൂടി ഇതെല്ലാം ഇസ്ലാമിന്റെ സ്ഥിരവും അംഗീകൃതവുമായ നിയമങ്ങളായിത്തീർന്നു. ഇതിനു മുമ്പ് ഇവയെക്കുറിച്ച് പ്രത്യേക നിയമങ്ങളൊന്നും ഇസ്ലാമിൽ നിലവിൽ വന്നിട്ടില്ലായിരുന്നു. അതുകൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തിരുമേനിയുടെ പുത്രി സൈനബ് റളിയല്ലാഹു അൻഹയെ വിവാഹം ചെയ്തു കൊടുത്തിരുന്ന അബുൽ ആസുമുള്ള ബന്ധം വേർപ്പെടുത്താതിരുന്നത്. സൈനബ് റളിയല്ലാഹു അൻഹ ആദ്യമേ മുസ്ലിമായിരുന്നുവെങ്കിലും അവർ മക്കായിൽ ഭർത്താവോടൊന്നിച്ചു തന്നെ താമസമായിരുന്നു. അബുൽ ആസ് റളിയല്ലാഹു അൻഹു ബദർ യുദ്ധത്തിൽ ബന്ധനസ്ഥനായി. അദ്ദേഹത്തിന് മോചനമൂല്യം നൽകേണ്ടതിന് സൈനബ് റളിയല്ലാഹു അൻഹ അവരുടെ ഒരു ആഭരണം അയച്ചു കൊടുത്തിരുന്നു. ആ ആഭരണം അവർക്ക് അവരുടെ മാതാവ് ഖദീജ റളിയല്ലാഹു അൻഹ ബീവിയിൽ നിന്ന് ലഭിച്ചതായിരുന്നു. അതു കണ്ടപ്പോൾ തിരുമേനിയുടെ ഹൃദയത്തിൽ അലിവ് തോന്നി. അങ്ങനെ സ്വഹാബികൾ അഭിപ്രായപ്പെട്ടതനുസരിച്ച് സൈനബ് റളിയല്ലാഹു അൻഹയെ മദീനയിലേക്ക് അയച്ചു കൊടുക്കണമെന്ന നിശ്ചയത്തോടുകൂടി അബുൽ ആസ് റളിയല്ലാഹു അൻഹു വിട്ടയക്കപ്പെട്ടു. നിശ്ചയപ്രകാരം സൈനബ് റളിയല്ലാഹു അൻഹ മദീനയിൽ എത്തി. പിന്നീട് അല്പം കൊല്ലങ്ങൾക്കു ശേഷമാണ് അബുൽ ആസ് റളിയല്ലാഹു അൻഹു സത്യവിശ്വാസം സ്വീകരിച്ചത്. അനന്തരം അവരുടെ പഴയ വിവാഹബന്ധം തുടരുകയും ചെയ്തു. 7. മേൽപ്പറഞ്ഞ പ്രകാരം വിവാഹബന്ധം മുറിഞ്ഞുപോയ സ്ത്രീകളെ മുസ്ലിങ്ങൾ വിവാഹം ചെയ്യുമ്പോൾ ആ സ്ത്രീകൾക്ക് അവരുടെ മഹർ
മര്യാദയനുസരിച്ച് നൽകപ്പെടേണ്ടുന്ന വിവാഹമൂല്യം നൽകേണ്ടതാണ്. മാ അംഫഖു അഥവാ അവർ ചിലവഴിച്ചത് എന്നും ഉജൂറഹുന്ന അഥവാ ആ സ്ത്രീയുടെ പ്രതിഫലം എന്നും പറഞ്ഞതിന്റെ വിവക്ഷ വിവാഹമൂല്യമാകുന്ന മഹർ എന്നാകുന്നു. 8. മുൻ വിവാഹങ്ങളിൽ ആ സ്ത്രീകൾക്ക് അവരുടെ ഭർത്താക്കൾ കൊടുത്തിരുന്ന മഹർ മുസ്ലിങ്ങൾക്ക് അവിശ്വാസികളുടെ ഭാഗത്തുനിന്നും അവിശ്വാസികൾക്ക് മുസ്ലിങ്ങളുടെ ഭാഗത്തുനിന്നും തിരിച്ചു വാങ്ങാവുന്നതാണ്. ഈ ഇനത്തിൽ മുസ്ലിങ്ങളുടെ ഭാഗത്തുനിന്ന് നൽകപ്പെടേണ്ടുന്ന സംഖ്യക്ക് ഗനീമത്ത് മുതലായ പൊതുനിധിയിൽ നിന്നും ഇമാം അഥവാ ഭരണനേതാവ് പരിഹാരം ഉണ്ടാക്കേണ്ടതാണ്. ഇനി അമുസ്ലിങ്ങളുടെ ഭാഗത്തുനിന്ന് ഈ ഇനത്തിൽ ലഭിക്കേണ്ടുന്ന സംഖ്യ അവരിൽ നിന്ന് ലഭിക്കുവാൻ മാർഗമില്ലാത്ത പക്ഷം അതിനുള്ള പരിഹാരം അല്ലാഹു തുടർന്ന് നിർദ്ദേശിക്കുന്നു.